Hello dears, welcome to you and me learning. Here we are going to discuss a new chapter titled The Little Round Red House. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ. നമുക്ക് ആരംഭിക്കാം. The Little Round Red House. People explore the world for experience and knowledge, but sometimes the best experiences are right under their noses and they are unaware of it. Here is an experience of a little boy who explored his surroundings to find out a little red round house. കൂട്ടുകാരെ, ഇവിടെ പറയുന്നത് ആളുകൾ ശരിക്കും അറിവിനും അതുപോലെ അനുഭവങ്ങൾക്കും വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട് അല്ലേ. പക്ഷെ പലപ്പോഴും ഏറ്റവും നല്ല അനുഭവങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്, നമ്മുടെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല. ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവമാണ്, ഒരു കൊച്ചുകുട്ടിയുടെ അനുഭവമാണ് നമ്മൾ ഈ കഥയിൽ കാണാൻ പോകുന്നത്. ആ കുട്ടിയുടെ ചുറ്റുപാടുമൊന്ന് വീക്ഷിച്ചപ്പോൾ ആ കുട്ടിക്ക് കണ്ടെത്താൻ സാധിച്ചു ഒരു ചെറിയ ഉരുണ്ട ചുവന്ന ഒരു വീട് ആ കുട്ടിക്ക് കണ്ടെത്താൻ സാധിച്ചു. അത്രയും കാലം ആ കുട്ടി ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു അറിവിലേക്കാണ് വന്നു പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് ഈ പാഠഭാഗത്ത്, ഈ സ്റ്റോറി പാട്ട് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം. I shall read first. On a cold, rainy and windy Saturday in October, a little boy was born. He went down to the kitchen where his mother was reading the newspaper and he said, "Mom, I don't know what to do. I'm bored." അപ്പോൾ നല്ല തണുത്ത മഴയുള്ള നല്ല കാറ്റൊക്കെയുള്ളൊരു സാറ്റർഡേയിൽ, ഒക്ടോബർ മാസത്തിലാണ്, നമ്മൾ ഒക്ടോബർ മാസത്തിലാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഒക്ടോബർ മാസത്തിലെ ഒരു സാറ്റർഡേ കുട്ടി ആകെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അപ്പോൾ അമ്മ അവിടെ ന്യൂസ് പേപ്പർ വായിക്കായിരുന്നേ. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ ആകെ ബോറടിച്ചിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് കുട്ടി പറയുകയാണ്. His mother looked up from her paper and smiled. "Why don't you draw a picture with your new crayons?" അപ്പോൾ അമ്മ പേപ്പറിൽ നിന്നും തല ഉയർത്തിയിട്ട് കുട്ടിയോട് ചോദിച്ചു, നിനക്ക് ആ പുതിയ ക്രയോൺസ് ഉപയോഗിച്ച് പടങ്ങൾ വരച്ചാൽ എന്താ? "I already drew 100 pictures," he said. "I'm bored." കുട്ടി പറഞ്ഞു, 100 കണക്കിന് ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു, ഞാൻ ആകെ ബോറടിച്ചിരിക്കുകയാണ്. "Well, why don't you read one of your new library books?" she suggested. അമ്മ വിട്ടില്ല. അമ്മ അപ്പോൾ ചോദിച്ചു, പുതിയ ലൈബ്രറി ബുക്സ് കിട്ടിയിട്ടില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വായിച്ചൂടെ? "I already read all of my books 1,000 times. I'm bored," he said. അപ്പോൾ ഈ കുട്ടി പറയാണ്, ഞാൻ ഒരു 1000 തവണ വായിച്ചു കഴിഞ്ഞതാണ്, പല തവണ വായിച്ചു കഴിഞ്ഞതാണ്, ഞാൻ ആകെ വായിച്ച് മടുത്തു, ബോറടിച്ചു. "How about playing with your toys?" എന്നാൽ പിന്നെ കളിപ്പാട്ടങ്ങളെടുത്ത് കളിച്ചൂടെ നിനക്ക്? she said. അമ്മ ചോദിച്ചു. "I already played with 1,000,000 toys. I'm bored." കുട്ടി ആകെ ബോറടിച്ചിട്ടാണ് ഇരിക്കുന്നത്. കുട്ടി പറയാണ്, ഞാൻ കുറേ തവണ കളിച്ചു കഴിഞ്ഞു, മടുത്തു. Most of the time, mothers don't like it when their children say they are bored. സാധാരണഗതിയിൽ അമ്മമാർക്ക് അത്ര ഇഷ്ടമല്ല കുട്ടികൾ ബോറടിച്ചു എന്ന് പറയണത്. "I was never bored when I was your age," they say. Though this can't be true, can it? സാധാരണഗതിയിൽ അപ്പോൾ അമ്മമാർ പറയാം, നിൻ്റെ പ്രായത്തിൽ എനിക്കൊന്നും ബോറടി ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അമ്മമാർ സാധാരണഗതിയിൽ പറയും. കാര്യം അങ്ങനെയൊന്നും ആയിരിക്കില്ല, അവരും ബോറടിച്ചിട്ടുണ്ടാവും. എങ്കിലും അങ്ങനെയാണ് സാധാരണക്കാര് അമ്മമാർ പറയാറ്. The little boy's mother thought for a bit. പക്ഷേ ഈ കുട്ടിയുടെ അമ്മ കുറച്ച് നേരം ആലോചിച്ചുകൊണ്ടിരുന്നു. And then she said, എന്നിട്ട് അമ്മ പറഞ്ഞു, "I remember one day when I was your age and I was bored." നിൻ്റെ പ്രായത്തിൽ ഞാനും ഒരു ദിവസം ആകെ ബോറടിച്ചിരുന്നു. "My mother, your grandmother, sent me out to search for the strangest little house." അപ്പോൾ എൻ്റെ അമ്മ, അതായത് നിൻ്റെ മുത്തശ്ശി, എന്നോട് പറഞ്ഞു പുറത്തു പോയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീട് കണ്ടെത്തി കൊണ്ടുവരാൻ പറഞ്ഞു. "If you would like, I can tell you just what she told me to do." അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ കാര്യം തന്നെ ഞാൻ നിന്നോട് പറയട്ടെ, നിനക്കിഷ്ടമാണെങ്കിൽ നീ അത് ചെയ്തോ. The little boy looked up.
അപ്പോൾ കുട്ടി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിട്ടോ. ഹിസ് മദർ വാസ് ബോർഡ് വൺസ്. എൻ്റെ അമ്മയ്ക്കും ബോറടി ഉണ്ടായിരുന്നോ? ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അത് രസമാണല്ലോ, അത് കൊള്ളാലോ എന്ന് കുട്ടി മനസ്സിൽ ചിന്തിച്ചു. She said, first you need to put on your raincoat and your hat and your scarf and your mittens and your boots. Then you need to go outside. And then you need to walk up the block and down the block and around the block to look for that little house. അപ്പോൾ അമ്മ പറയാണ്, ആദ്യം തന്നെ നീ നിൻ്റെ റെയിൻകോട്ടൊക്കെ ഇട്ട്, തൊപ്പിയൊക്കെ വെച്ച്, സ്കാർഫൊക്കെ ഇട്ട്, മിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യുറകളൊക്കെ ഇട്ട്, ബൂട്ടൊക്കെ ഇട്ട് റെഡിയാവുക. എന്നിട്ട് നീ പുറത്തേക്ക് പോവുക. പുറത്തേക്ക് പോകുമ്പോൾ ഈ ബ്ലോക്കിൻ്റെ അങ്ങേ സൈഡിലോ അല്ലെങ്കിൽ താഴേക്കോ ഈ സൈഡിലേക്കോ അല്ലെങ്കിൽ ബാക്കിലേക്കോ ചുറ്റും ഈ ബ്ലോക്കിനെ നോക്കാം. അപ്പോൾ നിനക്ക് ഒരു കൊച്ചു വീട് കാണാൻ പറ്റും. വാട്ട് കൈൻഡ് ഓഫ് ലിറ്റിൽ ഹൗസ്? എന്ത് തരത്തിലുള്ള വീടാണ്? ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ്. കുട്ടി ചോദിച്ചു. ഇറ്റ്സ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ഷീ സെഡ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് ഒരു ചെറിയ ഉരുണ്ട വട്ടത്തിലുള്ള ചുവന്ന ഒരു വീടാണ്. വാതിലുകളോ ജനലുകളോ ഒന്നുമില്ല. മുകളിലായിട്ടൊരു ചിമ്മിനി ഉണ്ട്, ഒരു നക്ഷത്രം അതിൻ്റെ നടുക്കുണ്ട്. അങ്ങനത്തെ ഒരു വീടാണ് നീ കണ്ടെത്തേണ്ടത്. ദ ലിറ്റിൽ ബോയ് സ്റ്റെയർഡ് അറ്റ് ഹർ. അപ്പോൾ ഈ കുട്ടി അമ്മയെ തുറച്ചു നോക്കി. ഐ നെവർ സോ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ. അങ്ങനത്തെ വീട് ഞാൻ ഇതുവരെ ആയിട്ട് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. വേർ ഇസ് ഇറ്റ്? അതെവിടെയാ? ഹിസ് മദർ സെഡ്, ഐ കാൻ ടെൽ യു. അതെനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞു. ബട്ട് ഇഫ് യു കീപ് യുവർ ഇയേഴ്സ് ഓപ്പൺ ആൻഡ് യുവർ ഐസ് ഓപ്പൺ ആൻഡ് യു ലുക്ക് ഹാർഡ്, യു ഷുഡ് ഫൈൻഡ് ഇറ്റ് നോട്ട് ടു ഫാർ ഫ്രം ഹിയർ. യു വോണ്ട് ഈവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്. അപ്പം അമ്മ പറയാണ്, നീ നിൻ്റെ ചെവികളും കണ്ണുകളൊക്കെ നന്നായി തുറന്ന് വെച്ച് ചുറ്റും നോക്കുകയാണെങ്കിൽ നിനക്ക് എന്താണ് ഈ പ്രദേശം കൂടെ വിട്ടങ്ങോട്ടേക്ക് നീങ്ങും കൂടെ വേണ്ട, ഈ ഏരിയയും കൂടെ ക്രോസ് ചെയ്യും വേണ്ട, ഇവിടെ അടുത്ത് തന്നെ നിനക്കത് ആ വീട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഐ വിൽ ഡു ഇറ്റ്, ഹീ സെഡ്. അപ്പോൾ കുട്ടി പറഞ്ഞു, അന്ന് ഞാൻ അതിന് പോവാൻ ഞാൻ കണ്ടെത്തും. He bundled up in his raincoat and his hat, his scarf and his mittens and his boots too, and set out to find the little round red house with no windows and no doors, a chimney on top and a star in the middle. അപ്പോൾ കുട്ടി പറഞ്ഞ പോലെ തന്നെ റെയിൻകോട്ടൊക്കെ ധരിച്ച്, അമ്മ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ധരിച്ച് കുട്ടി പുറത്തേക്ക് ഇറങ്ങി. അമ്മ പറഞ്ഞ പോലത്തെ ആ ചെറിയ വട്ടത്തിലുള്ള ചുവന്ന വീട് കണ്ടെത്താനായിട്ട് കുട്ടി ഇറങ്ങാണ്. ഹി വാക്ക് down his long block all the way to the corner. അപ്പോൾ അവൻ്റെ ബ്ലോക്കിൽ അങ്ങേയറ്റത്തേക്ക് അങ്ങറ്റം വരെ നടന്നു. ഹി സോ വൈറ്റ് ഹൗസസ്. അവൻ ഓൺ ദ വേ വെള്ള കളറിലുള്ള വീടുകൾ കണ്ടു, ബ്ലൂ ഹൗസസ് നീല വീടുകൾ കണ്ടു, ആൻഡ് യെല്ലോ ഹൗസസ് മഞ്ഞ പെയിൻ്റ് അടിച്ച വീടുകൾ കണ്ടു, ആൻഡ് ഗ്രീൻ ഹൗസസ് പച്ച കളറിലുള്ള വീടുകളും കണ്ടു. ദെൻ ഹി സോ എ റെഡ് ഹൗസ്. അപ്പോൾ പിന്നെ ഒരു ചുവന്ന വീടും കണ്ടു. There it is. ഇതാണ് അമ്മ പറഞ്ഞ വീട്. ഹി ക്രൈഡ്. ബട്ട് വെയിറ്റ്, അല്ല നിൽക്കൂ, ദ ഹൗസ് വാസ് സ്ക്വയർ. ഇത് ചതുരത്തിലുള്ള വീടാണല്ലോ, നോട്ട് റൗണ്ട്, ഉരുണ്ട വീടല്ല. ഇറ്റ് ഹാഡ് എ ചിമ്മിനിയൊക്കെ ഉണ്ട്, ഓൾ റൈറ്റ്, ബട്ട് ഓൾസോ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വിൻഡോസ്. പക്ഷെ ഇത് നിറച്ചും ജനാലകളുണ്ടല്ലോ. ഇറ്റ് ഹാഡ് എ ഡോർ, ഒരു വാതിലും ഉണ്ട്. ടു, ഹീ കുഡിൻ ടെൽ ഇഫ് ദർ വാസ് എ സ്റ്റാർ. അവിടെ നക്ഷത്രമൊന്നും കാണാനും ഇല്ല. അപ്പോൾ വിൻഡോസ് ഹാഡ് കർട്ടൻസ് ഓൺ ദ ഇൻസൈഡ്. ഉള്ളിൽ ആ ജനാലകൾക്കൊക്കെയും വിൻഡോസിനൊക്കെയും കർട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീടെല്ലാം അമ്മ പറഞ്ഞത് ഇതൊരു സ്ക്വയർ മോഡലിലുള്ള വീടാണ്. ദാറ്റ് കാൻ ബി ഇറ്റ്. അപ്പോൾ ഇതല്ല, ഹീ സെഡ്, ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് മാർച്ച് അറൗണ്ട് ദ കോർണർ, അപ്പ് ദ ലോങ് ബ്ലോക്ക് ആൻഡ് ടു ദ നെക്സ്റ്റ് കോർണർ. എന്നിട്ട് ഈ കുട്ടിയുടെ യാത്ര തുടർന്നു. അങ്ങേ അറ്റം വരെ നടന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത കോർണറിലേക്ക് അടുത്ത അറ്റം വരെ നടന്നു. ദർ വർ യെല്ലോ ഹൗസസ് ആൻഡ് ബ്രൗൺ ഹൗസസ് ആൻഡ് മെനി കളേർഡ് ഹൗസസ്, ബട്ട് നോട്ട് വൺ ഓഫ് ദെം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് സ്റ്റാർ ഇൻ ദ മിഡിൽ. പക്ഷേ ഈ കുട്ടി നടക്കുമ്പോൾ കാണുന്ന വീടുകളൊക്കെ പല കളറിലുള്ള വീടുകൾ കണ്ടു. യെല്ലോ, ബ്രൗൺ, അതുപോലെ വ്യത്യസ്തമായ കളറിലുള്ള വീടുകളൊക്കെയും. പക്ഷെ ഒരെണ്ണം പോലും ചെറിയ വട്ടത്തിലുള്ള ചുവന്ന വീട്
അതുപോലെ തന്നെ വിൻഡോസ് ഇല്ലാത്ത, ഡോറില്ലാത്ത, നടുക്ക് തന്നെ മുകളിലായി ചിമ്മിനിയുള്ള, നടുക്കൊരു നക്ഷത്രമുള്ള വീട് മാത്രം കുട്ടിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ആസ് ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ സൈഡ് വാക്ക് ഫീലിംഗ് പസൽഡ്, ദ ലിറ്റിൽ വൈറ്റ് മെയിൽ ട്രക്ക് പുൾഡ് അപ്പ്. ദ മെയിൽ കാരിയർ പോക്ക്ഡ് ഹിസ് ഹെഡ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് സെഡ്, ലിറ്റിൽ ബോയ്, ആർ യു ലോസ്റ്റ്? അപ്പോൾ കുട്ടി ഇങ്ങനെ ഓൺ ദ വേയിൽ വഴിയിൽ ഇങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ കൂടെ ഒരു പോസ്റ്റ്മാൻ വന്നു. അദ്ദേഹം വണ്ടിയിൽ നിന്നും തല പുറത്തേക്ക് ഇട്ടിട്ട് ചോദിച്ചു, കുട്ടി വഴി തെറ്റിയോ എന്ന് ചോദിച്ചു. Oh no, the little boy replied. I live at Ivy Rock Lane, Bridgewater, New Jersey. ഇല്ല, ഞാനിവിടെ അടുത്ത് തന്നെയാണ്, ഐവി റോക്ക് ലെയിൻ, ബ്രിഡ്ജ്വാട്ടർ, ന്യൂ ജേഴ്സിയിലാണ് താമസിക്കുന്നത്. That's right around the corner, the mail carrier said. No, you are not lost. അതാ അങ്ങറ്റത്തല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടില്ലല്ലോ. The little boy asked, Do you know where everyone lives around here? I'm looking for a special house. അപ്പോൾ കുട്ടി കിട്ടിയ താപ്പിന് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, പോസ്റ്റ്മാനോട് ചോദിക്കുകയാണ്, താങ്കൾക്കറിയുമോ ഇവിടെയുള്ള എല്ലാ വീടുകളും? ഞാനൊരു പ്രത്യേക രീതിയിലുള്ള വീട് അന്വേഷിക്കുകയാണ്. ദ മെയിൽ കാരിയർ സെഡ് പ്രൗഡ്ലി. അപ്പോൾ പോസ്റ്റ്മാൻ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു, ഓഫ് കോഴ്സ് ഐ ഡു ലിറ്റിൽ ബോയ്, ദാറ്റ്സ് മൈ ജോബ്. വാട്ട് ഹൗസ് ഡു യു വാണ്ട് ടു ഫൈൻഡ്? അപ്പം ഇദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി, കോൺഫിഡൻസോടു കൂടി പറയാണ്, പിന്നില്ലാണ്ട് എനിക്കിവിടെയുള്ള വീടുകളെല്ലാം അറിയാം, അതല്ലേ എൻ്റെ പണി. പറയൂ, എങ്ങനത്തെ വീടാണ് കുട്ടി നോക്കുന്നത്? ദ ലിറ്റിൽ ബോയ് സെഡ്, മൈ മദർ സെൻഡ് മീ ടു ഫൈൻഡ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. എൻ്റെ അമ്മ എന്നെ വിട്ടിരിക്കുന്നത് ഈ ഒരു ചെറിയ വട്ടത്തിലുള്ള ഉരുണ്ട ചുവന്ന വീട് കണ്ടെത്താനാ. വാതിലുകളും ജനാലകളും ഒന്നുമില്ലാത്ത, മുകളിൽ ചിമ്മിനിയൊക്കെയുള്ള ഒരു നക്ഷത്രം, നടുക്ക് തന്നെ നക്ഷത്രമുള്ള ഒരു വീട് കണ്ടെത്താനാണ് എന്നെ അമ്മ വിട്ടിരിക്കുന്നത്. ലിറ്റിൽ ബോയ്, ദ മെയിൽ കാരിയർ സെഡ്. അപ്പോൾ ഇദ്ദേഹം വിളിച്ചു, കുട്ടി, ഐ ഹാവ് ബീൻ ടു എവറി ഹൗസ് ഇൻ ടൗൺ ബട്ട് ഐ ഹാവ് നെവർ സീൻ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ. അയ്യോ, ഈ ടൗണിലെ എല്ലാ വീടുകളിലും ഞാൻ പോയിട്ടുള്ളതാണ്, പക്ഷെ കുട്ടി പറഞ്ഞിട്ടുള്ള പോലത്തെ ഒരു വീട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആർ യു ഷ്യൂർ യുവർ മദർ ഈസൻറ്റ് പുള്ളിങ് യുവർ ലെഗ്? ഉറപ്പാണ് അമ്മ നിന്നെ പറ്റിക്കുന്നല്ലോ അല്ലേ എന്ന് ഈ കുട്ടിയോട് ഇദ്ദേഹം ചോദിക്കുകയാണ്. കാരണം ഇദ്ദേഹം എല്ലാ വീടുകളിലും കയറിറങ്ങുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം അങ്ങനത്തെ ഒരു വീട് കണ്ടിട്ടില്ല. ഓ നോ, ദ ലിറ്റിൽ ബോയ് ആൻസർഡ്. പക്ഷെ കുട്ടി പറഞ്ഞു, ഇല്ല, മൈ മദർ വുഡിൻ ടീസ് മീ. അമ്മ എന്നെ കളിയാക്കാൻ വേണ്ടി എന്നെ പറ്റിക്കുന്നതൊന്നല്ല. ഷീ സെഡ് ഷീ ഫൗണ്ട് ദ സെയിം ഹൗസ് വെൻ ഷീ വാസ് ജസ്റ്റ് മൈ ഏജ്, സോ ഐ നോ ഇറ്റ്സ് റിയൽ. അമ്മ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രായത്തിൽ അമ്മ അങ്ങനത്തെ വീട് കണ്ടിട്ടുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മ എന്നെ പറ്റിക്കല്ല അമ്മ പറയുന്നത് റൈറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീടുണ്ട്. The mail carrier shook his head sorrowfully and said, Sorry, I can't help you, my friend. I have got to be getting on my way. It's time to deliver the mail. അപ്പോൾ ഇദ്ദേഹം പറയണം, അയ്യോ കുട്ടി, എനിക്ക് ഇപ്പോൾ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് നിന്നെ ഇപ്പോൾ സഹായിക്കാനും പറ്റില്ല, കാരണം എനിക്ക് ജോലി തുടർന്നേ മതിയാവും, എനിക്ക് ലെറ്റേഴ്സ് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പോകേണ്ടിയിരിക്കുന്നു. വേവിങ് ഗുഡ് ബൈ ഹി ഡ്രോവ് ഓഫ് ഡൗൺ ദ റോഡ്സ്. അപ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് ഇദ്ദേഹം വണ്ടി ഓടിച്ചു പോയി. ദ ലിറ്റിൽ ബോയ് ട്രോംഡ് അറൗണ്ട് ദ നെക്സ്റ്റ് കോർണർ ആൻഡ് ഡൗൺ ദ ബ്ലോക്ക്. കുട്ടി എന്താണ്, അടുത്ത അറ്റത്തെത്തി താഴേക്ക് ഇറങ്ങി. എവ്രി ഹൗസ് ഹാഡ് വിൻഡോസ് ആൻഡ് ഡോർസ്. എല്ലാ വീടുകൾക്കും ജനാലകളും വാതിലുകളും ഉണ്ടല്ലോ. സം വർ റെഡ്. ചില വീടുകളൊക്കെ ചുവന്ന കളറിലാണ്. സം ഹാഡ് ചിമ്മിനി. ചില വീടുകൾക്ക് മാത്രം ചിമ്മിനി ഉണ്ടായിരുന്നു. ബട്ട് നോട്ട് വൺ ഓഫ് ദം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. പക്ഷെ ഒരെണ്ണം പോലും ഈ കുട്ടി അന്വേഷിക്കുന്ന രീതിയിലുള്ള ചുവന്ന വട്ടത്തിലുള്ള കുഞ്ഞു വീടായിരുന്നില്ല. വിൻഡോസും ഡോർസും ഒന്നുമില്ലാത്ത, മുകളിൽ ചിമ്മിനിയുള്ള, നടുക്ക് നക്ഷത്രമുള്ള വീടുകളായിരുന്നില്ല. ഹി സ്റ്റോപ്ഡ് അഗെയിൻ ടു തിങ്ക് ആൻഡ് ലുക്ക്ഡ് അപ്പ് ടു സീ എ പോലീസ് കാർ ക്രൂയിസിങ് ഡൗൺ ദ സ്ട്രീറ്റ്. കുട്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അതാ ദൂരേന്ന് എന്ത് വരുന്നു, ഒരു പോലീസ് വണ്ടി വരുന്നത് കുട്ടി കണ്ടു. ഇറ്റ് പുൾഡ് അപ്പ് അലോങ് സൈഡ് ഹിം ആൻഡ് എ പോലീസ് ഓഫീസർ പോക്ക്ഡ് ഹർ ഹെഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ വണ്ടി അടുത്ത് വന്ന് നിന്ന് വണ്ടിയുടെ ഉള്ളിൽ നിന്നും ഒരു പോലീസ് ഓഫീസർ തല പുറത്തേക്കിട്ട്, ഒരു വുമൺ ആയിരുന്നു അവർ, ഒരു ലേഡി പോലീസ് ഓഫീസറാണ്. അവർ ഈ കുട്ടിയോട് ചോദിച്ചു, ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ്? കുട്ടി വഴി തെറ്റി നിൽക്കുകയാണോ എന്ന് ചോദിച്ചു. ഓ നോ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്, ഐ ലീവ്
live at Ivy Rock Lane, Bridgewater, New Jersey. കുട്ടി പറഞ്ഞല്ല, ഞാനിവിടെ അടുത്ത് തന്നെ ഐവി റോക്ക് ലൈൻ ബ്രിഡ്ജ് ന്യൂജേഴ്സിയിലെ ബ്രിഡ്ജ് ഐവി റോക്ക് ലൈനിലാണ് താമസം. ദാറ്റ്സ് റൈറ്റ് അറൗണ്ട് ദ ബ്ലോക്ക്. ദ പോലീസ് ഓഫീസർ സെഡ് നോ യു ആർ നോട്ട് ലോസ്റ്റ്. അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി കുട്ടി വഴിതെറ്റി നിൽക്കല്ലേ, ഇവിടെ അടുത്ത് തന്നെയാണ് ആ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിവിടെ തന്നെയല്ലേ, അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോൾ കുട്ടിക്ക് വഴിതെറ്റിയതല്ല എന്ന് പോലീസ് ഓഫീസർ മനസ്സിലാക്കിയാണ്. The little boy asked, do you know where everyone lives around here? I'm looking for a special house. I asked the mail carrier and he didn't know where it was. അപ്പോൾ കുട്ടി പോലീസ് വുമണോട് ചോദിക്കുകയാണ്, ഇവിടുത്തെ എല്ലാ വീടുകളും അറിയാമോ? ഞാനൊരു പ്രത്യേക വീട് അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങിയതാ. ഞാൻ പോസ്റ്റ്മാനോട് ചോദിച്ചു, പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ the officer said, little boy, I know this neighborhood like the back of my hand. I drive up these streets and down these streets every day, making sure things are safe around here. What house do you want to find? അപ്പോൾ ഇവർ പറയാണ്, കുട്ടി എനിക്കിവിടെ നന്നായി അറിയാം, എൻ്റെ ഉള്ളം കയ്യിൽ എന്ന പോലെയാണ് ഈ പ്രദേശം മൊത്തം എനിക്ക് നന്നായി അറിയാം. കാരണം എല്ലാ ദിവസവും ഞാൻ ഈ വഴിക്ക് ഡ്രൈവ് ചെയ്യുന്നതാണ്, ഈ വഴിക്ക് പോകുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് അന്വേഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ വഴിക്ക് ഞാൻ പോകുന്നതാണ്. ഏത് വീടാണ് കുട്ടി നോക്കുന്നത്? ദ ലിറ്റിൽ ബോയ് സെഡ്, മൈ മദർ സെൻഡ് മീ ടു ഫൈൻഡ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അപ്പോൾ കുട്ടി ആ പോസ്റ്റ്മാനോട് പറഞ്ഞ സെയിം കാര്യം ഇവിടെ പറഞ്ഞു, എങ്ങനത്തെ വീടാണെന്ന് പറഞ്ഞു. ലിറ്റിൽ ബോയ്, ദി ഓഫീസർ സെഡ്. അപ്പോൾ ഓഫീസർ പറഞ്ഞു, ഐ ഹാവ് ബീൻ പാസ്റ്റ് എവറി ഹൗസ് ഇൻ ദിസ് ടൗൺ, but I have never seen a house like that before. Are you sure that's what your mother said? അപ്പോൾ ഇവർക്കൊരു സംശയം, ഇവർ ചോദിക്കാൻ, ഞാൻ ഇവിടുത്തെ എല്ലാ വീടുകളും കടന്നു പോയിട്ടുള്ളതാണ്, പക്ഷെ അങ്ങനത്തെ ഒരു വീട് മാത്രം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അമ്മ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. ഓ യെസ്, ദ ലിറ്റിൽ ബോയ് ആൻസേർഡ്. ഷീ സെഡ് ഷീ ഫൗണ്ട് ദ സെയിം ഹൗസ് വെൻ ഷീ വാസ് ജസ്റ്റ് മൈ ഏജ്, സോ ഐ നോ ഇറ്റ്സ് റിയൽ. അപ്പോൾ കുട്ടി അമ്മയെ അത്രയധികം വിശ്വസിക്കുകയാണ്. കുട്ടി പറയണം, അമ്മയുടെ ചെറുപ്പകാലത്ത് എൻ്റെ പ്രായത്തിൽ അങ്ങനത്തെ വീട് കണ്ടിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനത്തെ വീടുണ്ട്, അമ്മ തന്നെയാണ് പറഞ്ഞത് എന്ന് കുട്ടി തറപ്പിച്ച് പറയുന്നു. Next paragraph, the police officer said, sorry, I can't help you, buddy. I have got to be getting back to my street patrol. അയ്യോ കുട്ടി, എനിക്ക് ഇപ്പം നിന്നെ സഹായിക്കാൻ സാധിക്കില്ല, അങ്ങനത്തെ ഒരു വീട് എനിക്ക് പരിചയവുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സ്ട്രീറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയതാണ്, അപ്പം ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ്. വേവിങ് ഗുഡ് ബൈ ഷീ ഡ്രോവ് ഓഫ് ഡൗൺ ദ റോഡ്. അപ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് പോലീസ് വുമൺ ആ വഴിക്ക് പോകുന്നു. ദ ലിറ്റിൽ ബോയ് വാസ് ഗെറ്റിംഗ് ഡിസ്കറേജ്ഡ്. അപ്പോൾ കുട്ടിക്ക് ആകെ നിരാശയായി, വിഷമായി. ഹിസ് മദർ സെഡ് ഹീ വുഡൻറ്റ് ഈവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്, ബട്ട് നോ മാറ്റർ ഹൗ ഹാഡ് ഹീ ലുക്ക്ഡ് ഹീ കുഡ് നോട്ട് ഫൈൻഡ് ദ ഹൗസ് ഹി വാസ് ലുക്കിംഗ് ഫോർ. അപ്പോൾ കുട്ടി ചിന്തിക്കുകയാണ്, അമ്മ പറഞ്ഞിരുന്നല്ലോ ഈ പ്രദേശം കൂടെ അങ്ങോട്ട്, ഈ തെരുവും കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്യും കൂടെ വേണ്ട, അല്ലാണ്ട് എന്നെ കണ്ടെത്താൻ പറ്റുമെന്നാണല്ലോ അമ്മ പറഞ്ഞത്. എന്നിട്ട് എനിക്കത് കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ. ദർ വാസ് ജസ്റ്റ് വൺ മോർ ഹൗസ് ടു ചെക്ക് ആൻഡ് ദാറ്റ് വാസ് മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ഹൗസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ബ്ലോക്ക്. ഈ ബ്ലോക്കിൻ്റെ അവസാനം ഒരു വീടും കൂടി ഇനി ഞാൻ നോക്കാനുള്ളൂ, അത് മിസ്റ്റർ ഫെറ്റ്സറുടെ വീടാണ്. അതും കൂടെ പോയി നോക്കാമെന്ന് കുട്ടി ചിന്തിക്കുകയാണ്. മിസ്റ്റർ ഫെറ്റ്സർ ഹാഡ് ലീവ്ഡ് ഇൻ ദ നൈബർഹുഡ് ലോങ്ങർ ദാൻ എനിവൺ. എല്ലാവരേക്കാൾ ഏറ്റവും കൂടുതൽ അയലക്കത്ത് താമസിച്ചിരുന്നത് മിസ്റ്റർ ഫെറ്റ്സർ ആയിരുന്നു. അപ്പോൾ ഇവരുടെ അയലക്കംകാരനായിരുന്നു. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് എഗോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ദർ വർ മെനി ഫാംസ് ഇൻ ബ്രിഡ്ജ് വാട്ടർ, ബട്ട് വൺ ബൈ വൺ ദ ലാൻഡ് ഹാഡ് ബീൻ സോൾഡ് ആൻഡ് ഹൗസസ് വർ ബിൽറ്റ് where there had once been fields of Jersey tomatoes and white corn. അപ്പോൾ ഇവിടെ ഈ ബ്രിഡ്ജ് വാട്ടറിൽ അവിടെയാണല്ലോ ഈ കുട്ടി താമസിക്കുന്നത്. അവിടെ പണ്ട് ഒരുപാട് കൃഷിക്കാരുണ്ടായിരുന്നു, ഒരുപാട് കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ വിറ്റ് ഓരോരുത്തർ വീട് പണിത് അവിടെ നിറയെ വീടുകളായി. അപ്പോൾ വയലുകളൊന്നും ഇല്ലാണ്ടായി. ജസ്റ്റ് കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ ചോളമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വിളയുന്ന കുറച്ച് പാടങ്ങൾ മാത്രമേ ഇപ്പോൾ നിൽക്കുന്നുള്ളൂ. മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ഫാം വാസ് ദ ലാസ്റ്റ് വൺ ലെഫ്റ്റ് ഇൻ ദ നൈബർഹുഡ്. അപ്പോൾ അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങറ്റത്ത് ഏറ്റവും അറ്റത്ത് അവസാനത്തിലുള്ളത് മിസ്റ്റർ ഫെറ്റ്സറുടെ ഫാമാണ്. ഹി റാൻ എ സ്മോൾ ഫാം സ്റ്റാൻഡ് ആൻഡ് സോൾഡ് ദ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹി ഗ്രൂ ഇൻ ഹിസ് ഗാർഡൻസ് ആൻഡ് ഓർച്ചാർഡ്സ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ചെറിയ പച്ചക്കറിത്തോട്ടവും അതുപോലെ തന്നെ പഴത്തോട്ടവും ഉണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വിറ്റ് അപ്പോൾ ഒരു കർഷകനായിട്ടാണ് ആൾ ജീവിക്കുന്നത്. ഇഫ് എനിവൺ നോസ് വേർ ദാറ്റ് ഹൗസസ് ഹീ ഷുഡ്.
ഇനി അങ്ങനെ ഒരു വീട് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ആളോട് തന്നെ ചോദിക്കണം. ദ ലിറ്റിൽ ബോയ് റീസൺ. സോ അപ്പ് ഹി ട്രഡ്ജ്ഡ് ടു മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ബാൺ ആൻഡ് പിയർഡ് ഇൻസൈഡ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ കുട്ടി മിസ്റ്റർ ഫെറ്റ്സറുടെ തോട്ടത്തിലേക്ക് വീട്ടിലേക്ക് എത്തി. കൂട്ടുകാരെ, ബാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളപ്പുര, കൃഷിയിടത്തിലേക്ക് എത്താണ് കുട്ടി. ദർ വാസ് ദ ഫാമർ പാക്കിംഗ് ആപ്പിൾസ് ഇൻ ടു ബോക്സസ്. അപ്പോൾ അവിടെ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ആപ്പിൾസൊക്കെ ഒരു ബോക്സിലേക്ക് ഇങ്ങനെ പറക്കി നിറച്ചുകൊണ്ടേയിരുന്നു. ഹി ലുക്ക്ഡ് അപ്പ്. വൈ, ഹലോ ദ യങ് ഫെല്ല, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? കം ഫോർ എ ടേസ്റ്റ് ഓഫ് മൈ ആപ്പിൾസ് ഇടാ. എന്താണ് വേണ്ടത് കുട്ടി, ഇങ്ങ് വരൂ, ആപ്പിൾ ജ്യൂസ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം ആപ്പിൾ ജ്യൂസ് കുട്ടിക്ക് കൊടുക്കുകയാണ്. ഹി പോഡ് എ കപ്പ് ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ദ ലിറ്റിൽ ബോയ്. ഒരു കപ്പിലേക്ക് ആപ്പിൾ ജ്യൂസ് ഒഴിച്ച് കുട്ടിക്ക് കൊടുക്കുകയാണ്. ദ ലിറ്റിൽ ബോയ് ഡ്രാങ്ക് ഇറ്റ് ഡൗൺ ഗ്രേറ്റ്ഫുള്ളി. വളരെ നന്ദിയോടെ, ഗ്രേറ്റ്ഫുള്ളി, താങ്ക്ഫുള്ളി കുട്ടി ഇത് കുടിച്ചു. ഹണ്ടിങ് ഫോർ ഹൗസസ് വാസ് തേഴ്സ്റ്റി വർക്ക്. ആ വീട് അന്വേഷിച്ച് നടന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പരവേശം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ആകെ വയ്യാണ്ടായി, ക്ഷീണിച്ചു, ദാഹിച്ചിട്ട് വയ്യ. ദ സിഡ ടേസ്റ്റഡ് സ്വീറ്റ് ആൻഡ് ടാർട്ട് ഓൾ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ സിഡാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ സിഡാർ ഒരേപോലെ മധുരമുള്ളതും ഒപ്പം ടാട്ടാണ്. ടാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിരസമുള്ളതും ആയിരുന്നു. താങ്ക്സ് ഫോർ ദ സിഡ, ദ ലിറ്റിൽ ബോയ് സെഡ്. അപ്പോൾ ഇത് തന്നതിന് നന്ദി പറഞ്ഞിട്ട് കുട്ടി ചോദിക്കുകയാണ്, മിസ്റ്റർ ഫെറ്റ്സ, ക്യാൻ യു ഹെൽപ്പ് മീ? ഐ എം ലുക്കിംഗ് ഫോർ എ ഹൗസ്. മിസ്റ്റർ ഫെറ്റ്സ, താങ്കൾക്ക് എന്നെ സഹായിക്കാമോ? ഞാനൊരു വീട് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇറ്റ്സ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അപ്പോൾ കുട്ടി എങ്ങനത്തെ വീടാണെന്ന് അവിടെ പറയാണ്. മൈ മദർ സേസ് യു ഹാവ് ലീവ്ഡ് ഹിയർ ലോങ്ങർ ദാൻ എനിബഡി ആൻഡ് ഷീ ഫൗണ്ട് ദ ഹൗസ് വെൻ ഷീ വാസ് മൈ ഏജ്, സോ ഐ തോട്ട് യു മൈറ്റ് നോ വേർ ഇറ്റ് ഇസ്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് ഇവിടെ ഏറെ കാലമായിട്ട് താമസിക്കുന്ന വ്യക്തി, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ പ്രായത്തിൽ അമ്മയും ഇതുപോലെ അന്വേഷിച്ച് നടന്നിട്ട് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. മിസ്റ്റർ ഫെറ്റ്സ് സ്മൈൽഡ്. അപ്പോൾ മിസ്റ്റർ ഫെറ്റ്സ് ചിരിച്ചു. സീംസ് ടു മീ ഐ റിമെമ്പർ യുവർ മദർ വെൻ ഷീ വാസ് ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ. നിൻ്റെ അമ്മയും ചെറുപ്പത്തിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്. സീംസ് ടു മീ ഷീ കെയിം ടു ഫൈൻഡ് മീ ഓൺ എ ഡേ ജസ്റ്റ് ലൈക്ക് ടുഡേ. ഇന്നത്തെ പോലെ ഒരു ദിവസം നിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നതായിട്ട് ഞാൻ ഓർക്കാണ്. സീംസ് ടു മീ ദാറ്റ് ഷീ വാസ് ലുക്കിംഗ് ഫോർ എ ഹൗസ്. അവളും ഒരു വീട് അന്വേഷിച്ച് തന്നെയാണ് വന്നത്. ജസ്റ്റ് ലൈക്ക് ദി വൺ യു ഹാവ് ഡിസ്ക്രൈബ്ഡ്. നീ പറഞ്ഞ പോലെ തന്നെ ചുവന്ന ഉരുണ്ട ഒരു ചെറിയ വീടാണ്. വാതിലും ജനാലയൊന്നും ഇല്ല. മുകളിലായി ഒരു ചിമ്മിനി ഉണ്ട്. നടുക്കായി നക്ഷത്രമുണ്ട്. ആൻഡ് സീംസ് ടു മീ ഐ ന്യൂ ജസ്റ്റ് വേർ ടു സെൻഡ് ഹർ. എന്നിട്ട് ഞാൻ എവിടേക്കാണ് അയച്ചതെന്ന് ഞാനിപ്പോൾ ഓർക്കാണ് എന്ന് ഇദ്ദേഹം പറയാണ്. ദ ഫാമർ വോക്ക്ഡ് ഔട്ട്സൈഡ് ആൻഡ് പോയിൻറ്റഡ് ടു ഹിസ് ഓർച്ചാർഡ്സ് അപ്പ് ഓൺ എ ലിറ്റിൽ ഹിൽ. എന്നിട്ട് കർഷകൻ മുകളിലേക്ക് നടന്നിട്ട് അങ്ങ് ദൂരെയുള്ള തൻ്റെ പഴത്തോട്ടം കാണിച്ചു കൊടുത്തു, കുന്നിൻ മുകളിലുള്ള. സീ ദോസ് ട്രീസ്, നോക്കൂ, ആ മരങ്ങൾ നോക്കൂ. റൺ അപ്പ് ദർ, അവിടേക്ക് ഓടിക്കോ. ആൻഡ് ടേക്ക് എ ലുക്ക് അറൗണ്ട്, അവിടെ നിന്ന് മോൻ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ആൻഡ് ഐ തിങ്ക് യു വിൽ ഫൈൻഡ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. അവിടെ നിനക്ക് നീ ആഗ്രഹിച്ചത് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ കുന്നിൻ മുകളിലുള്ള പഴത്തോട്ടത്തിലേക്ക് ഇദ്ദേഹം കുട്ടിയെ അയക്കുകയാണ്. The little boy ran across the field and up the hill. He stood under one of the apple trees and looked all around. കുട്ടി കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി, വയലിലൂടെ ഓടി അങ്ങ് കുന്നിൻ മുകളിലെത്തി. ഹീ സ്റ്റുഡ് അണ്ടർ വൺ ഓഫ് ദ, അവിടെ നിറയെ ആപ്പിൾ മരങ്ങളാണ്. അതിലൊരു ആപ്പിൾ മരത്തിൻ്റെ താഴെ വന്ന് നിന്ന് കുട്ടി ചുറ്റും നോക്കി. ദ വിൻഡ് വാസ് ബ്ലോയിങ് എ ഡാൻസിങ് ബ്രീസ് ആൻഡ് ഇറ്റ് ബ്ലൂ റെഡ് ആപ്പിൾ റൈറ്റ് ഓഫ് ദ ട്രീ. അപ്പോൾ കാറ്റ് നന്നായി വീശുന്നുണ്ടായിരുന്നു. ഒരു നല്ല ഇളം കാറ്റ് വീശിയപ്പോൾ ഒരു ആപ്പിള് താഴെ വീണു. താങ്ക്, ദ ആപ്പിൾ ലാൻഡഡ് അറ്റ് ഹിസ് ഫീറ്റ്. അവൻ്റെ കാൽക്കൽ തന്നെ വന്ന് ഒരു ആപ്പിൾ വീണു. പിക്കിങ് ഇറ്റ് അപ്പ്, ദ ലിറ്റിൽ ബോയ് ടുക്ക് എ ക്ലോസർ ലുക്ക്. അപ്പോൾ ആ ആപ്പിൾ എടുത്ത് കുട്ടി അതിലേക്കൊന്ന് ഉറ്റുനോക്കി. എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്, ഹി സെഡ്. അയ്യോ, ഇത് ഒരു ചെറിയ ഉരുണ്ട ചുവന്ന വീടല്ലേ, വാതിലുകളും ജനലുകളും ഇല്ലാത്തത്.
ടേണിങ് ഇറ്റ് ആൻഡ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് ടൈനി റൗണ്ട് റെഡ് സർഫേസ്. അതിൻ്റെ ചുറ്റുമുള്ള ചുവന്ന പ്രതലം നോക്കി കുട്ടി പറഞ്ഞു. എ ചിമ്മിനി ഓൺ ടോപ്പ്. മുകളിലായൊരു ചിമ്മിനിയുമുണ്ട്. ഹി സെഡ് ടച്ചിങ് ദ സ്റ്റെമ്മിനെ തൊട്ട് കുട്ടി അത് പറഞ്ഞു. എ സ്റ്റാർ ഇൻ ദ മിഡിൽ. പിന്നെ എവിടെയാണ് നക്ഷത്രം? ഹി പുട്ട് ദ ആപ്പിൾ ഇൻ ഹിസ് റെയിൻ കോട്ട് പോക്കറ്റ് ആൻഡ് റാൻ ഓൾ ദ വേ ഹോം. കുട്ടി ഈ ആപ്പിള് തൻ്റെ റെയിൻ കോട്ടിൻ്റെ പോക്കറ്റിലിട്ടിട്ട് വീട്ടിലേക്ക് ഓടി. മോം ഹി ക്രൈഡ്, ഐ തിങ്ക് ഐ ഫൗണ്ട് ഇറ്റ്. അമ്മ ഇതന്നെയാണെന്ന് തോന്നുന്നു, അമ്മ എനിക്കിത് കിട്ടി എന്ന് പറഞ്ഞ് കുട്ടി അമ്മയെ വിളിച്ചു. ഹിസ് മദർ സ്മൈൽഡ് വെൻ ഹി ടുക്ക് ദ ആപ്പിൾ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ഹർ. അപ്പോൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് ആപ്പിൾ എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മ ചിരിച്ചു. ഐ തിങ്ക് യു ഡിഡ് ടു ഷീ സെഡ്. എനിക്കറിയായിരുന്നു നിനക്കത് സാധിക്കുമെന്ന് അമ്മ പറഞ്ഞു. എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ് ആൻഡ് എ ചിമ്മിനി ഓൺ ടോപ്പ്. അപ്പോൾ കൂട്ടുകാരെ, അമ്മയ്ക്ക് സന്തോഷമായി. ഇത് തന്നെയായിരുന്നു അമ്മ പറഞ്ഞ ആ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ് ആൻഡ് എ ചിമ്മിനി ഓൺ ടോപ്പ്. മുകളിലായുള്ളൊരു കുഞ്ഞു തണ്ടാണ് ചിമ്മിനി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ബട്ട് വേർ ഇസ് ദ സ്റ്റാർ ഹി ആസ്ക്ഡ്. അപ്പോൾ കുട്ടി ചോദിച്ചു, അപ്പോൾ എവിടെയാണ് നക്ഷത്രം? ഷീ പിക്ക്ഡ് അപ്പ് എ ഷാർപ്പ് നൈഫ് ഫ്രം ദ ടേബിൾ. ആ ടേബിളിലിരുന്ന ഒരു കത്തി എടുത്തിട്ട് അമ്മ കത്തിയെടുത്തു. എന്നിട്ട് പ്ലേസിങ് ദ ആപ്പിൾ ഓൺ ഇറ്റ് സൈഡ് ഓൺ എ പ്ലേറ്റ് ഷീ കട്ട് ഇറ്റ് ഇൻ ഹാഫ് റൈറ്റ് ത്രൂ ഇറ്റ്സ് മിഡിൽ. അമ്മ അത് ആ ആപ്പിൾ കറക്റ്റ് നടുക്കേക്കോടെ കട്ട് ചെയ്തു. ആൻഡ് there in the center was a star. അതാ നടുക്കായിട്ട് ആ നക്ഷത്രം ഇരിക്കുന്നു. ഓ ഹൗ വണ്ടർഫുൾ. എന്ത് എത്ര അതിശയകരമായിരിക്കുന്നു. കുട്ടി അത്ഭുതം കൂറിക്കൊണ്ട് നിൽക്കുകയാണ്. there inside the apple lay a star holding 5 brown seeds. അതാ ആപ്പിളിൻ്റെ ഉള്ളിൽ 5 വിത്തുകളുമായിട്ടിരിക്കുന്ന ഒരു നക്ഷത്രം. it is too wonderful to eat without looking at the star, isn't it? ഈ നക്ഷത്രത്തെ നോക്കാണ്ട് ഇത് കഴിക്കാൻ അത്ര എളുപ്പമല്ല അല്ലേ? അത്ഭുതം കൂറിക്കൊണ്ട് കുട്ടി ചോദിക്കുകയാണ്. the little boy said to his mother. yes indeed answered his mother. അതെ, അങ്ങ് നടുക്കായ ഒരു നക്ഷത്രമുണ്ട് എന്ന് പറഞ്ഞത് ആ നക്ഷത്രമായിരുന്നു. കൂട്ടുകാരെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം കരോലിൻ ഷെർവിൻ ബെയ്ലിയാണ്. ഷി വാസ് എൻ അമേരിക്കൻ റൈറ്റർ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. കുട്ടികൾക്കുള്ള കഥകളാണ് മെയിനായിട്ട് അവർ എഴുതിയിരിക്കുന്നത്. ഷി വാസ് ബോൺ ഇൻ ഹൂസിക് ഫോൾസ്, ന്യൂയോർക്ക് ആൻഡ് അറ്റൻഡഡ് ടീച്ചേഴ്സ് കോളേജ്, കൊളംബിയ യൂണിവേഴ്സിറ്റി. ഫ്രം വേർ ഷി ഗ്രാജുവേറ്റഡ് ഇൻ 1896. ബിഗിനിങ് പാർട്ടിൽ ഓദറിനെ കുറിച്ചുണ്ട്. ഹർ സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ ഇൻക്ലൂഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ഓഫ് കൊളോണിയൽ ഡേയ്സ്, ബ്രോഡ് സ്ട്രൈപ്സ് ആൻഡ് ബ്രൈറ്റ് സ്റ്റാർസ്, ഹീറോ സ്റ്റോറീസ് ആൻഡ് ദ ലിറ്റിൽ റാബിറ്റ് ഹൂ വാണ്ടഡ് റെഡ് വിങ്സ്. ഹർ ബുക്ക് മിസ് ഹിക്കറി വൺ ദ ന്യൂബറി മെഡൽ. അപ്പോൾ മിസ് ഹിക്കറി എന്നുള്ള വർക്ക് ന്യൂബറി മെഡൽ എന്നുള്ള വലിയൊരു അച്ചീവ്മെൻറ്റ് നേടുകയുണ്ടായി. ഇപ്പോൾ കരോളിൻ്റെ മനോഹരമായിട്ടുള്ള ഈ കൊച്ചു സ്റ്റോറി പലതവണ കുട്ടികൾ വായിക്കുക. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലാണ് കരോളിൻ്റേത്. അപ്പോൾ ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ഈസ് എ സ്റ്റോറി that you can easily read and enjoy. Thank you all.